ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചെയ്യുന്നത്. ഒരു പിസ്സ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ ബാലൻസ് വരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പും കുരുമുളകും ഞാൻ ഇട്ടു. ഈ സ്പൂണിന് 1 സ്പൂൺ വെച്ച് ഉപ്പും കുരുമുളകും, ഇത് രണ്ടും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാനിതിൽ മറ്റു മുളകുകളൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് നല്ലപോലെ അടിച്ച് പതപ്പിക്കണം. മുട്ട അടിച്ച് പതപ്പിച്ചതാണ്. ഇതേപോലെ പത മുകളിൽ വരണം. മുട്ട അടിച്ച് പതപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഇതേപോലത്തെ ഈ ബ്രെഡിൻ്റെ ഈ അരിക് എടുത്ത് കളയില്ല, അരികെടുത്ത് മാറ്റിയിട്ട് പാലിൽ 3 ബ്രെഡ് കുതിർത്തതാണ്. അതിനകത്ത് പാല് നിങ്ങൾക്ക് കാണാം. പാലിൽ 3 ബ്രെഡ് കുതിർത്തതാണ്. അതും ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ നമ്മൾ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ വീണ്ടും നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുക്കും. ആ പിസ്സയുടെ മുകളിൽ ഇടാനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ വീട്ടിലുള്ള പച്ചക്കറിയാണ്, നമുക്ക് ഓപ്ഷനൊന്നുമില്ല. ഇവിടെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്ന പച്ചക്കറികളെല്ലാം കൂടി ഞാൻ കുറച്ച് മുറിച്ചെടുത്തതാണ്. ഇതിനെയും നമുക്ക് ഒരു എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ ആ പച്ചക്കറിയെല്ലാം ഒരു പാനിലേക്കിട്ട് അല്പം എണ്ണ ഒഴിച്ച് ഒരിച്ചിരി കുരുമുളകും ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് എല്ലാം ഒരുവിധം വഴണ്ടു വെന്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2-3-4 പീസ് തക്കാളി, ഒരു തക്കാളിയുടെ ചെറിയൊരു തക്കാളി അതുകൂടി എന്നിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി ലാസ്റ്റ് ഇടാവ്, കാരണം തക്കാളി പെട്ടെന്ന് വെന്ത് പോവും. വെള്ളം ഇറങ്ങിയാൽ നമ്മളുടെ ഈ ഒരു പച്ചക്കറി വെന്ത് അളിഞ്ഞു പോകും. അതുകൊണ്ട് തക്കാളി ലാസ്റ്റ് ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ അരിക്, നമ്മൾ ബ്രെഡിൻ്റെ അരിക് മുറിച്ചത് അതുകൂടി ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി തീ ഓഫ്. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് സൂര്യകാന്തി എണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് അല്പം തീ കുറച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയും ബ്രെഡും ആ കൂട്ട് അതിലേക്ക് ഒഴിക്കുക. ഇതുപോലെ എന്നിട്ട് ഇതേപോലെ പരത്തി ഒരു സ്പൂൺ ഉപയോഗിച്ചാണെങ്കിലും മതി. ഇതേപോലെ പരത്തി റൗണ്ട് ഷേപ്പിൽ കൊണ്ടുവരിക. അതിനുശേഷം തീ അല്പം ഒന്ന് കൂട്ടി പെട്ടെന്നൊന്ന് കുറച്ചിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പച്ചക്കറി ഇട്ട് കൊടുക്കുക. ഈ പച്ചക്കറി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീട്ടിലുണ്ടെങ്കിൽ ഓപ്ഷണലാണ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യില്ലെങ്കിൽ ഇതുപോലത്തെ ബട്ടർ ആണെങ്കിലും മതി. ഇതേപോലെ ചീസ് അല്ല, ഇത്
ബട്ടറാണ്. ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ അടച്ചു വയ്ക്കുക. അതെല്ലാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയാണ്. നമുക്ക് ഇനി ഇതൊന്ന് പൊക്കി നോക്കാം എന്തായെന്ന്. ചെറിയ തീയിൽ വേണം ഇടാൻ, കരിഞ്ഞു പോകരുത്. ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഒരു ഫോർക്ക് വെച്ച് ഈ പച്ചക്കറികളും ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതായത് ആ മുട്ടയുമായി ചേർന്ന് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ പാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തീ ഒരേ സ്ഥലത്ത് തന്നെ തീ വരാതെ ഇടയ്ക്കിടയ്ക്ക് അല്പം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളുടെ പിസ്സ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളുടെ പിസ്സ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. മുട്ടയിൽ തയ്യാറാക്കിയത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ കുഞ്ഞു മണിയിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.